സിദ്ധനാ, മഹാസിദ്ധൻ. ഒരാൾക്ക് സൂര്യനിൽ പുത്രൻ ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഡിഫിക്കൽട്ട് ആയിട്ട് ചിന്തിക്കണ്ട. സ്പർശനേ പാപം ദർശനേ പുണ്യം എന്ന് സംസ്കൃതത്തിൽ വായിച്ചിട്ടില്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന തയ്യാറെടുപ്പാണ് ബുദ്ധി. എന്തൊക്കെ തയ്യാറെടുപ്പ് വേണ്ടത്? ഇപ്പൊ ഒരു പെൺകുട്ടി അതിന് തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ അതിന് വേണ്ടി വേണ്ടി? എന്തൊക്കെ തന്റെ ഡിമാൻഡ്സ് കേക്കട്ടെ? അധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കാൻ പാടില്ല. മത്സ്യമാംസവും ലഹരി പദാർത്ഥവും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. ഇവനെ സൂക്ഷിക്കണം, ഇവനിതിലെന്തോ കൈയുണ്ട്. എന്നിട്ട് ഇനി ഉപേക്ഷിക്കണം എന്നാണ് അതോ നേരത്തെ തൊട്ടേ ഉപേക്ഷിച്ചിട്ടുള്ള ഒരാളായി? എന്ന് എന്നെ മീറ്റ് ചെയ്യൂ അന്ന് മുതൽ ഉപേക്ഷിച്ചാൽ മതി. അതിന് മുമ്പ് വരെയുള്ളത് പൊക്കട്ടെ. അതിന്റെ കോംപ്ലിക്കേറ്റഡ് അതിന്റെ കർമ്മഫലത്തെ ഇല്ലാതാക്കാനുള്ള വിദ്യ എനിക്കറിയാം. സ്വാമി ആരാണെന്ന് എനിക്കറിയാവോ? അപൂർവ സിദ്ധികളുള്ള ഒരു അത്ഭുത പ്രതിമ. അവൻ ഏതോ ഗുരുവിന്റെ വരം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. എന്നിട്ട് ഒരു പ്രോസസ്സിലൂടെ കടത്തിക്കൊണ്ടുപോകും. 41 ഡേയ്സിന്റെ ഇൻറ്റു 3. ഇത്രയും ദിവസം ഏകദേശം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു 6 മന്തിന്റെ പ്രാക്ടീസ് അതിനകത്ത് പറയുന്നത്. ഇതിനുള്ളിൽ ഞാനല്ല പറയുന്നത്, അവർ പ്രപഞ്ചത്തിൽ സൂര്യനുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ. സത്യം പറയണ, നീയാണോ? ഞാനല്ല, എന്റെ ഗർഭം ഇങ്ങനല്ല. ഞാൻ അവരെ മെഡിറ്റേഷനിലൂടെ അവരെ കൊണ്ട് പക്വമാക്കിയെടുക്കും. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അവർ സൂര്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. പിറ്റേ ദിവസം ചോദിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ സൂര്യന് കൊച്ചു തരും. ഇതൊക്കെ സത്യമാണോ? അതാ പറഞ്ഞത്, ദൈവം നമ്മളെ കൈവിട്ടിട്ടില്ല. അതെ സിദ്ധ, ഈ ഏരിയ തന്നെ ഇനി കുറെ ദിവസം ഉണ്ടാവുന്ന കേൾക്കണത്. ഒന്ന് ചെന്ന് കണ്ടേ സങ്കടം പറഞ്ഞോളൂ. എങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങാം. ശരി. അതിന് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ട്. ആ പ്രോസസ്സിലൂടെ എത്തിക്കഴിയുമ്പോൾ അവർ സൂര്യനിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കുള്ള ആഗ്രഹം എന്താണെന്ന് സൂര്യൻ ചോദിക്കും. അപ്പൊ ഉള്ളിന്റെ ഉള്ളിലുള്ള ആത്മാർത്ഥമായിട്ട് കിടക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടാവും, അതേ പുറത്തു വരുള്ളൂ. അങ്ങോട്ട് നോക്കി കണ്ണടച്ച് നിൽക്കണം. 15 മിനിറ്റ് കണ്ണു തുറക്കാൻ പാടില്ല. 15 മിനിറ്റ് കഴിയുമ്പോ ഇനി തുറ എന്നൊരു ശബ്ദം കേൾക്കും. അപ്പൊ കണ്ണു തുറക്കണം. അപ്പൊ ആകാശത്ത് ഒരു ജ്യോതി ഇങ്ങനെ പൊങ്ങി വരും. ആ ജ്യോതിയോട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അപ്പൊ നടക്കും. കണ്ണടച്ചോ, തുറക്കരുത്, ഒളിഞ്ഞു നോക്കരുത്, പ്രാർത്ഥിച്ചോ. ഇപ്പൊ വരും ജ്യോതി, ഇപ്പൊ വരും. കണ്ണു തുറക്കല്ലേ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഇരിക്കട്ടെ. ഈ ആഗ്രഹം അവിടെ പറയും. അപ്പൊ സൂര്യൻ പറയും, നിങ്ങൾ സൂര്യന് പുത്രൻ ഉണ്ടാവും, പക്ഷെ ഗുരുവിന്റെ പെർമിഷൻ വേണം. എന്റെ ചാവി ഇട്ട് കൊടുത്താല് ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് ചാവി എന്ന് ഉദ്ദേശിച്ച് എന്റെ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് കുട്ടി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എല്ലാവരും പോയി സൂര്യന് കുട്ടി ഉണ്ടാകാമെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത് നടക്കില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ രാത്രി വരാൻ പറ്റിയില്ല. ഇന്നലെ നമ്മുടെ അതിരാത്രി ആയിരുന്നല്ലോ. കൂടുതൽ വലിപ്പിക്കലടാ മോനെ. അച്ഛൻ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 19 കൊല്ലായി. എന്നാ ഞാൻ അങ്ങട് എങ്ങടെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. സ്കൂളിൽ പോടാ. അച്ഛാ, ഇന്നൊരു കുട്ടി അങ്ങനെ ഉണ്ടായിരുന്നിരിക്കട്ടെ. അതിനെ ബഹുജനം പല വിധമാണ്. ഒരു പക്ഷെ ജനങ്ങൾ പറയും അത് വേറെ ആരെങ്കിലും കൊച്ചാണ്, അതല്ലെങ്കിൽ ഗുരുയുടെ കൊച്ചാണ്, അതും അല്ലെങ്കിൽ സൂര്യന്റെ കൊച്ചാണെന്നുള്ള എന്താ തെളിവ്? DNA ടെസ്റ്റ് നടക്കും. ഇങ്ങനെ അനാവശ്യമായ ചർച്ചയിലേക്ക് പോകും. 10 നാൾ ശുദ്ധിയോടെ വ്രതം. ഭയപ്പെടണ്ട, ഈ സന്താനവല്ലി പൂക്കും കായ്ക്കും. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.